ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് സെൽഫി ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സെൽഫ് സേവർ നാളത്തെ ഇതിനെ വിളിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണല്ലോ നിങ്ങൾ ചോദിക്കുന്നില്ല, ഇത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു എയർ ക്ലീനിങ് ആണ്. ഇതാണ് സംഭവം. ബ്ലൂടൂത്ത് കണക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളത്, ചെവിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിന്റെ കൂടെ ക്ലീനിങ് ആയിട്ട് ഇത്രയൊക്കെ സാധനം കിട്ടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ കാര്യമില്ല. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം. ഇത് പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ചെവി മാത്രമല്ല ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എന്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഇത് പറയുമ്പോഴേക്ക് ഇതിങ്ങനെ ഓൺ ചെയ്യണം. ചാർജബിൾ കേട്ടാ. ഇതിങ്ങനെ ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. സോൾ എയർ എന്നിട്ടൊരു സോഫ്റ്റ്വെയർ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വൈഫൈ വരും. വൈഫൈയിൽ ഇതന്നെ സോൾ ഇയറിന് തന്നെ വരുന്നുള്ളൂ. ആ വൈഫൈ കണക്ട് ചെയ്ത് ഉടൻ തന്നെ ഇത് കാണാൻ പറ്റും. പക്ഷെ പറയുന്നത് ഇത് വരുമ്പോൾ ക്യാമറ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് വരുന്നൊരു ക്യാമറയാണ് ഇതിലുള്ളത്. ആ മൊബൈലിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് നമ്മൾ ചെവി ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനായിട്ട് കാണാൻ പറ്റും. ചെവി മാത്രമല്ല, ഇപ്പം നമ്മളെ തൊണ്ടയിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് അവിടെ കാണാൻ പറ്റും. പിന്നെ പറയുമ്പോഴത്തേക്ക് കണ്ണിൻ്റെ കാണാൻ പറ്റും. എന്തിനാ ഈ മൂലക്കുരു വരുന്നില്ലേ? മൂലക്കുരു വരുമ്പോഴത്തേക്ക് മൂലത്തിന് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കുരുവാണോ അല്ലെ പിന്നെ ഇത് മൂലത്തിൽ എന്തെങ്കിലും ഹീറ്റായിട്ട് എന്നും പൊങ്ങി വരുന്നതോ അതിൽ ബ്ലഡ് ഉണ്ടോന്നോ അങ്ങനെയൊക്കെ നോക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. വെറും 24 ദിറംസ് മാത്രമേ ഇതിലുള്ളത്. പക്ഷെ നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ ചെവിൻ്റെ ഇതൊക്കെ എനിക്ക് ഇട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മൾ ഇതും പറഞ്ഞു, ഞാൻ ആമസോണിലുണ്ട്, ഞാൻ ടെമു എന്നുള്ളൊരു സോഫ്റ്റ്വെയർ. ടെമുവിൽ വരുമ്പോഴത്തേക്ക് ചെറിയ പൈസയേ ഉള്ളൂ. ഞാനൊരു മനസ്സോടെ എടുത്തതാണ്. പക്ഷെ നല്ല ബേർട്ടാണ്. എൻ്റെ ചെവിയിൽ എന്തൊക്കെ ക്ലീൻ ഉണ്ടോ ക്ലീൻ ഇല്ല എല്ലാം കാണാൻ പറ്റും. ഈ ചെവി ചോരുന്ന ഒരു ആൾക്കാർക്കുണ്ടാകും. അവർക്ക് എവിടെ നിന്ന് ചോരുന്നത്, എവിടെ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും ചെവിക്കിട്ടെങ്കിലോ അല്ല മൂക്കിലോട്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട കഷ്ടങ്ങളായിരുന്നു. അങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ കറക്റ്റായി ഇങ്ങനെ പോയി എവിടെ പോയി ഇല്ല. ഇതാണ് ക്യാമറ. ഈ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കൊണ്ടില്ലേ HD ക്വാളിറ്റിയുള്ള നല്ല 2GB ക്യാമറേൻ്റെ പവറുള്ളൂ. പക്ഷെ നല്ല ക്ലാരിറ്റി ആയിട്ട് കാണുന്നുണ്ട്. ഇരുട്ടത്ത് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. എനിക്ക് പറയുമ്പോൾ നല്ലൊരു സാധനം എനിക്ക് ഇതുവരെ തോന്നിച്ചുള്ളൂ. എന്താ പറയുമ്പോൾ ഇതുവരെ ഞാൻ ഇന്നലെ എടുത്ത് യൂസ് ചെയ്ത് നോക്കിയതാ. പക്ഷെ അടിപൊളിയാണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല വെർട്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഇത് കാണാം. എന്ത് ചെവിക്കിടുന്നത് കാണിച്ചു തരാം. അങ്ങനെ ചെവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ചെവിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകുന്നൊരു കുറേ മുടി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെവിയിൽ. ചെറുതായിട്ട് വലിയൊരു ഇതൊന്നുമില്ല കേട്ടോ. കുറേ ക്ലീനൊക്കെ ഉണ്ട്. ഇതാണ് ചെവി കാണുന്നത്. ചെവിൻ്റെ അകത്ത് ചെവിൻ്റെ പൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ആ വൈറ്റ് കാണുന്നത്. അതാണ് ചെവിൻ്റെ പൂ. പക്ഷെ നല്ല ക്ലീനായിട്ട് കാണുന്നില്ല. അധികം ഇതൊന്നുമില്ല. എന്തൊരു ചോപ്പ് എന്തോന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് പോലത്തെ ഒരു ഇട്ട് ക്ലീനാക്കാൻ നോക്കി. അതുകൊണ്ട് അതിൽ ചോരൻ്റെ ഇത് കാണുന്നതിൻ്റെ എന്തോ ആയിട്ട് വേറൊന്നുമില്ല കാണാൻ. ഇപ്പോൾ ഈ മക്കളൊക്കെ ഇട്ടെങ്കിൽ ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ചെവിയിൽ എന്തുണ്ടെന്ന് നോക്കാം. പിന്നെ ചെവിയിലാണ് നല്ല ക്ലീൻ ആയിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു അടിയിലേക്കും കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ സംഭവം ഇതിങ്ങനെ നോക്കി എടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പായിട്ടുള്ള സാധനമാണ് ചെവി ക്ലീനിങ് ഒക്കെ. അതാണ് സംഭവം. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തോളി. നല്ല അടിപൊളിയായ സാധനമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് മക്കളുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളാണിത്. അതുകൊണ്ട് ഈ വീഡിയോ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ലൈക്കും കൂടി തരണം. നിങ്ങൾ ലൈക്കാണ് നമ്മൾ പ്രോത്സാഹനം. ലൈക്കില്ലെങ്കിൽ ഭയങ്കര പോരാ. അത് ലൈക്ക് തരണം. നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. കലാകാരന്മാർ പ്രോത്സാഹിക്കുന്ന ഒരു ബുദ്ധി വേണം. അതുപോലെ ഇങ്ങനത്തെ ടെക്ക് വീഡിയോ എനിക്ക് എന്തൊരു ചാനലിൻ്റെ കാറ്റഗറി ഏതെന്ന് എനിക്കറിയില്ല. ഞാൻ ടെക്കും ചെയ്യുന്നുണ്ട്, കോമഡിയും ചെയ്യുന്നുണ്ട്, ന്യൂസും വായിക്കുന്നുണ്ട്. എല്ലാം മിക്സഡ് കണ്ടൻ്റാണ് നമ്മളത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് മറക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, എന്നാൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.